സംസ്ഥാനത്തെ സിവിൽ സർവീസുകാർ കൂട്ടത്തോടെ കേന്ദ്ര സർവീസിലേക്ക് ചേക്കേറുന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറിമാരടക്കം ഉന്നതരും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. IAS-ൽ 89ഉം IPS-ൽ 59ഉം ഉദ്യോഗസ്ഥരുടെ കുറവുണ്ടായിരിക്കെയാണ് കൂട്ടത്തോടെ ഉദ്യോഗസ്ഥർ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ തേടി പോകുന്നത്. ഇതോടെ സംസ്ഥാനത്ത് ഭരണതലത്തിൽ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരുടെ കുറവുണ്ടാവും. ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രബീന്ദ്രകുമാർ അഗർവാൾ കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായി പോയി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കാനുള്ള ചുമതല സർക്കാർ ഏൽപ്പിച്ചിരുന്നത് ഇദ്ദേഹത്തെയായിരുന്നു. കൊഴിഞ്ഞുപോക്ക് IAS-ൽ മാത്രമല്ല, IPS-ലും ഉദ്യോഗസ്ഥർ കൊഴിയുകയാണ്. DGP റാങ്കുള്ള വിജിലൻസ് മേധാവി TK വിനോദ് കുമാർ അമേരിക്കൻ സർവകലാശാലയിൽ അധ്യാപകനായി പോവാൻ സ്വയം വിരമിക്കുകയാണ്. ബിവറേജസ് കോർപ്പറേഷൻ MD യോഗേഷ് ഗുപ്തയെ വിനോദ് കുമാറിന് പകരം വിജിലൻസിൽ നിയമിച്ചിട്ടുണ്ട്. സെക്രട്ടറി റാങ്കുള്ള അശോക് കുമാർ സിംഗ്, ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൌൾ, വാട്ടർ അതോറിറ്റി MD ഭണ്ഡാരി സ്വാഗത്, രൺവീർ ചന്ദ് എന്നിവരും കേന്ദ്രത്തിലേക്ക് പോകും. തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ MG രാജമാണിക്യം അമേരിക്കയിൽ ഉപരിപഠനത്തിന് പോകുന്നു. ഭാര്യയും DIG-യുമായ നിശാന്തിനിയും ദീർഘകാലാവധിയിൽ പോകും. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന സുമൻ ബില്ലയെ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം 2 ആഴ്ച മുൻപ് കേന്ദ്ര സർവീസിലേക്ക് മാറ്റിയിരുന്നു. കേരള കേഡറിലെ മുതിർന്ന ഉദ്യോഗസ്ഥരായ മനോജ് ജോഷി, രാജേഷ് കുമാർ സിംഗ് അടക്കം 19 പേർ ഡൽഹിയിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ്. തിരുവനന്തപുരം കളക്ടർമാരായിരുന്ന നവജ്യോത് ഖോസെ പഞ്ചാബിലെയും ഹരിയാനയിലെയും സെൻസസ് ഡയറക്ടറായും S വെങ്കടേശപതി കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് വകുപ്പിൽ ഡയറക്ടറായും കേന്ദ്രത്തിലുണ്ട്. ജോഷി മൃണ്മയി ശശാങ്ക് ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ടുമുണ്ട്. 18 IPS-കാരും 15 IFS-കാരും കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുണ്ട്. ചീഫ് സെക്രട്ടറിമാരായിരുന്ന VP ജോയ് പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ, K ജയകുമാർ ING ഡയറക്ടർ, KM എബ്രഹാം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി, DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റ കൊച്ചി മെട്രോ MD, അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന PH കുര്യൻ, റിയൽ എസ്റ്റേറ്റ് അതോറിറ്റി ചെയർമാൻ DGP B സന്ധ്യ, അതോറിറ്റി അംഗം സെക്രട്ടറിമാരായിരുന്ന A ഷാജഹാൻ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ KV മോഹൻകുമാർ, ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ഉഷ ടൈറ്റസ്, അസാബ് ചെയർമാൻ എന്നിങ്ങനെ നിയമനങ്ങൾ നേടിക്കഴിഞ്ഞു. ഉടൻ വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണുവിനും പുതിയ നിയമനം ലഭിച്ചേക്കും.